നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് പ്രിയങ്കരായ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മകയിര നക്ഷത്രക്കാരുടെ മലയാള പുതുവർഷ ഫലമാണ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാനുള്ളത്. കൊല്ലവർഷം 1202 ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത്. 2026 ഓഗസ്റ്റ് 17 തീയതിയാണ് ചിങ്ങമാസം 1 തീയതി. അന്ന് മുതലാണ് പുതിയ മലയാള വർഷം ആരംഭിക്കുന്നത്. മകയിരം ആദ്യ 30 നാഴികയ്ക്കുള്ളിൽ ജനിച്ചവർ ഇടവക്കൂറിലാണ് ഉൾപ്പെടുന്നത്. ബാക്കി പകുതി ഭാഗത്ത് ജനിച്ചവർ മിഥുനക്കൂറിലുമാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ അനുഭവങ്ങൾ തമ്മിലൊരു അല്പം വ്യത്യാസം ഉണ്ടായിരിക്കും. ഇടവക്കൂറുകാർക്ക് വർഷാരംഭത്തിൽ വ്യാഴം 3-ലും ശനി 11-ലുമാണ്. 3-ലെ വ്യാഴം ഗുണകരമല്ല എന്നാണ് പൊതുവായിട്ടുള്ള ജ്യോതിഷ പ്രമാണമെങ്കിലും കർക്കിടകത്തിൽ വ്യാഴം ഉച്ചരാശിയിലായതുകൊണ്ട് കാര്യമായ ദോഷം ഉണ്ടാവില്ല. മാത്രമല്ല, വ്യാഴ ഉച്ചരാശിയിലും ശനി 11-ലും നിൽക്കുന്ന സമയമായതുകൊണ്ട് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ മകയിരം ഇടവക്കൂറുകാർക്ക് ധനപരമായിട്ട് കുറേ നേട്ടവും ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കൂററിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം എടുത്ത് വെച്ചിട്ട് ചന്ദ്രനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാശിയിലാണെന്ന് നോക്കിയാൽ മതി. ചന്ദ്രനെ ഇടവത്തിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇടവക്കൂറാണ്. ചന്ദ്രനെ മിഥുനത്തിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ മിഥുനക്കൂറുകാരാണ്. അപ്പോൾ ഏത് കൂറിലാണ് വരുന്നതെന്നുള്ളത് അങ്ങനെ നോക്കാൻ പറ്റും എളുപ്പത്തിൽ. അപ്പം ഇടവക്കൂറിൻ്റെ ഫലമാണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. മകയിരത്തിൻ്റെ ആദ്യ പകുതി അവർക്ക് ധനപരമായിട്ട് കുറേ നേട്ടം ഉണ്ടാകും. പിന്നെ നേരത്തെ ഉണ്ടായിട്ടുള്ള കഷ്ടനഷ്ടങ്ങളെ അതിജീവിക്കാനുള്ള അവസരങ്ങളും ലഭിക്കുന്നതാണ്. ഇപ്പോൾ ബിസിനസ്സിൽ എന്തെങ്കിലും ഫ്ലോപ്പ് വന്നു നേരത്തെ എന്ന് വിചാരിക്കുക. ആ ബിസിനസ് ഒരു പ്രാവശ്യം കൂടി ആ വ്യാപാരം തന്നെ ചെയ്ത് നിങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ആ നഷ്ടം നികത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചില ഷെയറുകളൊക്കെ എടുത്തിട്ട് നഷ്ടം വന്നിട്ട് കാണും. അതൊക്കെ തിരിച്ചു കയറുമ്പോഴത്തേക്കും മാർക്കറ്റ് തിരിച്ചു കയറുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സാമ്പത്തിക ക്ലേശങ്ങൾ കുറേയേറെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് വർഷത്തിൻ്റെ ആദ്യ പകുതി കടങ്ങൾ കുറേ വീട്ടാനും സാധിക്കും. സഹോദര സഹായം, സുഹൃത്തുക്കൾ മുഖേന സഹായം എന്നിവ ലഭിക്കുന്നതാണ്. വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ വീട്ടിലേക്ക് ചില ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങാൻ സാധ്യതയുണ്ട്. ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും. ഇലക്ട്രോണിക് ഉപകരണങ്ങളും വാങ്ങിയേക്കും. ഭൂമിയിൽ നിന്ന് ആദായം ലഭിക്കാൻ യോഗമുണ്ട്. മനസ്സിന് തൃപ്തി നൽകുന്ന കുറേ കാര്യങ്ങൾ അടുത്ത മലയാള വർഷം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഇഷ്ടപ്പെട്ട ആളുകളോടൊപ്പം വിനോദയാത്രകൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് കുടുംബാംഗങ്ങളോടൊത്താകാം, കൂട്ടുകാരോടൊത്താകാം, അല്ലെങ്കിൽ നമ്മൾ പ്രണയിക്കുന്ന കാമുകിയോ കാമുകനോ ഒത്താകാം. ഏതായാലും നല്ല യാത്രകൾ, സന്തോഷകരമായ പല യാത്രകളും അടുത്ത വർഷം സാധിക്കും. നേരത്തെ നടത്തിയ നിക്ഷേപങ്ങൾ ലാഭകരമാകാനും സാമ്പത്തിക നേട്ടം നൽകുന്നതിനും അടുത്ത വർഷം യോഗമുണ്ട്. വർഷമധ്യം വരെ ഏതാണ്ട് വളരെ ഗുണകരമായിട്ടാണ് സംഗതികൾ പോകുന്നത്. വർഷമധ്യത്തോടെ രാഹു കേതു രാശിമാറ്റം വരുന്നത് അതുവരെ കുടുംബത്തിൽ സ്വസ്ഥത നിലനിൽക്കുന്നതാണ്. രാഹു വർഷത്തിൻ്റെ ആദ്യം 10-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്, കേതു 4-ാം ഭാവത്തിലും. അതുകൊണ്ട് ജോലിയിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. മറ്റുള്ളവരുടെ ചുമതലകളൂടെ ചിലപ്പം ഏറ്റെടുത്ത് ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ടാകും. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യത്തിൽ ശ്രദ്ധാപൂർവം വേണം തീരുമാനമെടുക്കാനായിട്ട്. കുടുംബകാര്യത്തിൽ ഇതുതന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. മകയിര നക്ഷത്രക്കാർ ചൊവ്വയുടെ ആധിപത്യമുള്ള നക്ഷത്രക്കാരായതുകൊണ്ട് എടുത്തുചാടി ചില തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം പറയുന്നത്. അതായത് അമിതമായ ധൃതി കാണിക്കരുത്, ആലോചിച്ച് വേണം തീരുമാനമെടുക്കാൻ. 2026 ഡിസംബറിൽ രാഹു 9-ാം ഭാവമായ മകരത്തിലേക്ക് എത്തും. കേതു 3-ാം ഭാവമായ കർക്കിടകത്തിലും വരും. ഈ നിഴൽ ഗ്രഹങ്ങൾ രാശി മാറുന്ന സമയത്ത് പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങാതിരിക്കുക. അതായത് ഈ രാഹുവും കേതുവും രാശി മാറുന്ന ആ ഡിസംബറിൽ കൊണ്ടുപോയി പുതിയ സംരംഭം തുടങ്ങാനായിട്ട് ഒരിക്കലും നിങ്ങൾ ശ്രമിക്കരുത്. കാരണം ആ സമയത്ത് നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില തിരിച്ചടികൾ ഉണ്ടായേക്കാം. എന്നാൽ രാഹു 9-ൽ വന്നാൽ ദോഷമെന്ന് പറഞ്ഞുകൂടാ. 9-ൽ ആ ട്രാൻസിറ്റിൻ്റെ സമയത്താണ് ഈ പറഞ്ഞത്. 9-ാം ഭാവത്തിലെ രാഹു വിദേശയാത്രാ യോഗം നൽകുന്നതാണ്. അതുപോലെ തന്നെ പെട്ടെന്നുള്ള ചില ധനനേട്ടങ്ങളും രാഹു തരും. 3-ാം ഭാവത്തിലെ കേതു ആണെങ്കിൽ തൊഴിൽ മേഖലയിൽ അസ്ഥിരതയുണ്ടാക്കും. നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യവും ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ടാണ് ഈ സംരംഭം തുടങ്ങരുതെന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം അതാണ്. ഈ 3-ൽ കേതു വരുമ്പോഴത്തേക്കും വ്യാഴം അവിടുന്ന് മാറി നിൽക്കുന്ന സമയമായിരിക്കും. വ്യാഴം ഉച്ചരാശിയിൽ നിന്ന് മാറുന്നു, കേതു 3-ലേക്ക് വരുന്നു. ഈ ഒരു സമയത്ത് നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി കൂടെ വന്നാൽ ഇവിടെ തുടങ്ങിയ ബിസിനസ് എങ്ങനെയാവും? അതുകൊണ്ടാണ് സൂക്ഷിച്ച് ചെയ്യണമെന്ന് പറഞ്ഞത്. ശുക്രൻ മിക്കപ്പോഴും അനുകൂലമായതുകൊണ്ട് പ്രണയകാര്യങ്ങൾക്ക് പുഷ്ടിയുണ്ടാകും. വ്യാഴം 1202 മലയാള വർഷത്തിൽ 2 തവണ രാശി മാറുന്നതുകൊണ്ട് ആ സമയത്ത് അല്പം മനോവിഷമത്തിനുള്ള എന്തെങ്കിലും കാരണം ഉണ്ടായേക്കും. യാത്രകളിലും മറ്റും വയർ സംബന്ധമായ ചില അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട്. വൃത്തിയുള്ള സ്ഥലത്തുനിന്ന് മാത്രമേ ഭക്ഷണം കഴിക്കാവുള്ളൂ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മകയിരത്തിൻ്റെ 2-ാം പകുതി എന്ന് പറയുന്നത് മിഥുനക്കൂറിലാണ് വരുന്നത്. മിഥുനക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയിലേക്ക് മാറ്റം വന്നിട്ടുള്ളത് വലിയ തോതിൽ ഗുണഫലം നൽകും. ഈ മിഥുനക്കൂറുകാർക്ക് ജൂണിലാണ് വ്യാഴം ഇപ്പം മാറിയത്.
ഇപ്പം പിന്നെ ചിങ്ങമാസം തുടങ്ങുമ്പോഴും വ്യാഴം 2ാം ഭാവത്തിൽ തന്നെയാണ് തുടരുന്നത്. അപ്പോൾ ധനഭാവമാണ് 2ാം ഭാവം, വാക്കിൻ്റെ ഭാവമാണ്. അതുകൊണ്ട് വാക്കുമൂലം ധനം ഉണ്ടാകും, ധനം മൂലം പുതിയ ബിസിനസ്സുകളും പുതിയ അവസരങ്ങളും ഉണ്ടാകും. ധനഭാവമായ 2ാം ഭാവത്തിലാണ് വർഷാദ്യം വ്യാഴം സഞ്ചരിക്കുന്നത്. ഒന്നിലധികം മാർഗ്ഗങ്ങളിലുള്ള ധനനേട്ടമാണ് ഏറ്റവും പ്രധാനമായിട്ട് അനുഭവപ്പെടുന്ന ഗുണഫലം. പിന്നെ മനസ്സിനിണങ്ങിയ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താനായിട്ട് അടുത്ത വർഷം, അതായത് അടുത്ത മലയാള വർഷത്തിൽ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് വലിയൊരു ഗുണമാണ്. നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ഒരാളിനെ കണ്ടെത്താൻ കഴിയും. ജോലി തേടുന്നവർക്ക് സർക്കാർ മേഖലയിലോ ജോലി സ്ഥിരതയുള്ള സ്വകാര്യ മേഖലയിലോ ജോലി ലഭിച്ചേക്കും. ഡിസംബറിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ജോലിയിൽ പ്രവേശിക്കാനായിട്ട് നോക്കുക. നിലവിൽ ജോലിയുള്ളവർക്ക് ശമ്പള വർധന, ഇഷ്ടപ്പെട്ട സ്ഥലം മാറ്റം തുടങ്ങിയവ ലഭിച്ചേക്കും. എങ്കിലും കണ്ടകശനി തുടരുന്നതുകൊണ്ട് തൊഴിൽ മേഖലയിൽ പ്രതീക്ഷിച്ചത്ര സുഗമത ഉണ്ടാവില്ല. എളുപ്പമായിരിക്കില്ല കാര്യങ്ങൾ, ഈസിനെസ് വരികയില്ല. ജോലി സ്ഥലത്ത് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൈവരാൻ അത്യധ്വാനം തന്നെ ആവശ്യമായിട്ട് വന്നേക്കും. നമ്മൾ ഒരു സ്ഥലത്തോട്ട് ജോയിൻ ചെയ്യുമ്പോഴേ നമ്മളോട് കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് അടിച്ചേൽപ്പിക്കാനായിട്ട് സീനിയേഴ്സ് നോക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പിടിച്ചു നിൽക്കണമല്ലോ. നമ്മളിത് മനസ്സിലാക്കി എടുക്കുന്നിടം വരെ നമുക്ക് അവരുടെ ഹെൽപ്പ് എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഒരു ടാക്റ്റിക്കായിട്ട് നയപരമായിട്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. പക്ഷേ മീനരാശിയിലെ ശനിക്ക് വ്യാഴദൃഷ്ടി ഉള്ളതുകൊണ്ട് വർഷ മധ്യത്തിനുള്ളിൽ തന്നെ നമുക്കെതിരെ പ്രവർത്തിക്കുന്നവർക്ക് തിരിച്ചടി ലഭിക്കാനും ഒരുപക്ഷെ അവർ ആ സ്ഥാപനം വിട്ട് പുറത്തു പോകാനുമുള്ള സാധ്യതയുണ്ട്. കരാറടിസ്ഥാനത്തിലുള്ള തൊഴിൽ തേടുന്നവർക്ക് ഗുണകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ ലഭിക്കുന്ന രീതിയിൽ തന്നെ ജോലി ചെയ്യാൻ കഴിയും. സഹോദരങ്ങൾക്കായിട്ട് കുറച്ച് ധനം ചെലവിടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ബിസിനസ് സംബന്ധമായിട്ട് ഏറെ യാത്ര ചെയ്യേണ്ടതായിട്ടും വന്നേക്കും. വർഷാദ്യം രാഹു 9ാം ഭാവമായ മകരത്തിലാണ് സഞ്ചരിക്കുന്നത്. കേതു 3ാം ഭാവമായ കർക്കടകത്തിലുമാണ്. 9ലെ രാഹു വിദേശയാത്രാ യോഗവും പെട്ടെന്നുള്ള ധനനേട്ടങ്ങളും നൽകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പിതാവുമായിട്ട് പിണക്കമുണ്ടാകാനും സാധ്യതയുണ്ട്. 3ാം ഭാവത്തിലെ കേതു തൊഴിൽ മേഖലയിൽ കുറച്ച് അസ്ഥിരതകളും ഉണ്ടാക്കിയേക്കാം. എങ്കിലും ഏജൻസി മുഖേനയോ കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള വ്യാപാരങ്ങളിൽ നേട്ടം സൃഷ്ടിച്ചേക്കാം. ഈ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത കൂടെയുണ്ട്. ഇപ്പോൾ ഒരു നക്ഷത്രത്തിന് പറയുന്നത് മറ്റൊരു നക്ഷത്രത്തിന് ബാധകമാകണമെന്നില്ല പൂർണ്ണമായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ നക്ഷത്ര സ്വഭാവങ്ങൾ തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പം മകരം 2ാം പകുതിക്കാരെ സംബന്ധിച്ചിടത്തോളം കേതുവിൻ്റെ കുറച്ച് ഗുണഫലങ്ങളും കൂടെ അവർക്ക് കിട്ടുന്നുണ്ട്. ഈ നിഴൽഗ്രഹങ്ങൾ 2026 ഡിസംബർ മാസത്തിൽ രാശി മാറുന്ന സമയത്ത് രാഹു അഷ്ടമത്തിലേക്കും കേതു 2ാം ഭാവത്തിലേക്കുമാണ് എത്തുന്നത്. അപ്പോൾ ഈ സമയത്തിന് തൊട്ട് മുമ്പായിട്ട് ഒക്ടോബറിൽ വ്യാഴം ഉച്ചരാശിയിൽ നിന്ന് 3ാം ഭാവമായ ചിങ്ങത്തിലേക്ക് മാറും. ഈ സമയത്ത് പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങാൻ അനുയോജ്യമല്ല. അപ്പോൾ ഒക്ടോബറിൽ വ്യാഴം ഉച്ചരാശിയിൽ നിന്ന് അടുത്ത രാശിയായ ചിങ്ങരാശിയിലേക്ക് പോകും. അത് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് 3ാം ഭാവമാണ്. അപ്പോൾ ഈ 3ാം ഭാവത്തിൽ വ്യാഴം എല്ലായ്പ്പോഴും ഗുണകരമല്ല, അത് പ്രത്യേകം ഓർമ്മിക്കണം. ഉച്ചരാശിയിലായതുകൊണ്ടാണ് കർക്കിടകത്തിൽ നിന്നപ്പം ഗുണകരമായത് പല നക്ഷത്രക്കാർക്കും. അപ്പോൾ ചിങ്ങരാശിയിലേക്ക് വ്യാഴം മാറുന്നു, വീണ്ടും തിരിച്ച് കർക്കിടകത്തിൽ വരുന്നു, വീണ്ടും ചിങ്ങത്തിലേക്ക് പോകുന്നു. ഈ സമയത്താണ് കേതു കയറി നമ്മുടെ ധനഭാവത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പാടില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ധനനഷ്ടമോ കബളിപ്പിക്കലോ ഒക്കെ നേരിടാൻ സാധ്യതയുണ്ട്. ഈ രാഹുകേതു മാറ്റവും വ്യാഴത്തിൻ്റെ തുടർച്ചയായ മാറ്റങ്ങളും വരുമ്പോൾ ഈ വ്യാഴം മാറുന്ന സമയത്ത് കുറച്ച് ദുഃഖാനുഭവങ്ങളും കുറച്ച് വിഷാദവും ഒക്കെ അനുഭവപ്പെട്ടേക്കാം. വരുന്ന മലയാള വർഷത്തിൻ്റെ അവസാനം ശനി മേടം രാശിയിലേക്ക് മാറുന്നുണ്ട്. മേടം ശനിക്ക് അനിഷ്ടരാശിയാണെങ്കിലും മിഥുനക്കൂറുകാർക്ക് സ്ഥാനം കൊണ്ട് 11ാം ഭാവത്തിലേക്കാണ് ശനി വരുന്നത്. അതിൻ്റെ നേട്ടം ഉണ്ടാകും. കൃഷി, കച്ചവടം എന്നിവ പുഷ്ടിപ്പെടുകയും ധനലാഭം ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ചില സമയത്ത് ധനനഷ്ടം ഉണ്ടാകാം, കുറച്ച് അലച്ചിലുകളും ഉണ്ടാകാം. ഈ മേടൻ രാശി ശനിക്ക് പൂർണ്ണമായിട്ടും ഗുണകരമല്ല, ഒട്ടും തന്നെ ഗുണകരമല്ല. പക്ഷെ 11ാം ഭാവം എന്നുള്ള ഗുണം മാത്രമാണ് ഇവർക്ക് കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ മാക്സിമം നല്ല രീതിയിൽ നമുക്ക് അനുകൂലമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് മകരം നക്ഷത്രക്കാരുടെ സാമാന്യ ഫലങ്ങൾ. ഇനി അവർ ചെയ്യേണ്ട വഴിപാടുകളെ പറ്റി കൂടെ നോക്കാം. മകര നക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദശാധിപൻ നിറഞ്ഞ ചൊവ്വയാണ്. അതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുക, പാനകം സമർപ്പിക്കുക, നാരങ്ങാമാല സമർപ്പിക്കുക, അല്ലെങ്കിൽ ഭസ്മാഭിഷേകം ചെയ്താലും മതിയാവും. അർച്ചന ചെയ്യുന്നതും നല്ലതാണ്. ഭദ്രകാളിക്ക് കുങ്കുമാർച്ചനയോ രക്തപുഷ്പാഞ്ജലിയോ ചെയ്യുന്നത് തടസ്സം മാറാൻ വളരെ ഉത്തമമാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സഹപ്രവർത്തകരിൽ ചിലരുടെ ദോഷകരമായ പെരുമാറ്റങ്ങൾ അതൊക്കെ മാറാൻ ഈ ദേവിക്ക് വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ പൗർണമി ദിനത്തിൽ ഒരിക്കലെടുത്ത് വ്രതം അനുഷ്ഠിക്കുന്നതും ദുർഗാദേവിക്ക് വഴിപാടുകൾ ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. ശനി അനുകൂലമാകാൻ വേണ്ടിയിട്ട് ശാസ്താവിൻ്റെ നീരാജനം അല്ലെങ്കിൽ നീല ശംഖുപുഷ്പം
കൊണ്ടുള്ള മാല സമർപ്പിക്കുക, ശനിക്ക് എള്ള് തിരി തെളിയിക്കുക. ഇതൊക്കെ നല്ലതാണ്, ഉത്തമ ഫലം ലഭിക്കും. ശിവന് ആയുർസൂക്ത പുഷ്പാഞ്ജലി നൽകിയാൽ അസുഖങ്ങളൊന്നും ഉണ്ടാകാതെ വർഷം കടന്നു പോകും. സർപ്പങ്ങൾക്ക് ഈ രാഹു കേതു മാറ്റ സമയത്ത് ആയില്യം പൂജ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ആ മാസങ്ങളിൽ ആയില്യം പൂജ ചെയ്യുക. ഈ വർഷത്തിൻ്റെ ആദ്യം തന്നെ, അതായത് ചിങ്ങമാസത്തിൽ തന്നെ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച വിഷ്ണു സഹസ്രനാമാർച്ചന ചെയ്യുന്നതും നല്ലതാണ്. വ്യാഴത്തിൻ്റെ ആനുകൂല്യം പൂർണ്ണമായിട്ട് കിട്ടാനും വ്യാഴം ഇങ്ങനെ തിരുതരെ രാശി മാറുമ്പോഴുള്ള ദോഷങ്ങൾ മാറാനും അത് നല്ലതാണ്. മനസ്സിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതെ സഹായിക്കുന്നത്. മറ്റു മതക്കാരെ സംബന്ധിച്ച് അർഹരായിട്ടുള്ള അഗതികൾക്ക്, അതായത് മറ്റു ഗതിയില്ലാത്ത പാവങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് ഔഷധം വാങ്ങി ദാനം ചെയ്യുക. മരുന്ന് വാങ്ങിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് മരുന്ന് വാങ്ങിച്ച് കൊടുക്കുക. പിന്നെ എല്ലാ മതക്കാർക്കും ചെയ്യാവുന്ന കാര്യമാണ് പൗർണമി ദിവസം സന്ധ്യയ്ക്ക് ചന്ദ്രനെ നോക്കിയിട്ട് അവരവരുടെ മതാചാരപ്രകാരം പ്രാർത്ഥിക്കുക. ഹിന്ദുക്കളാണെങ്കിൽ ദുർഗാ സ്തോത്രങ്ങൾ ഏതെങ്കിലും ചൊല്ലുക, അല്ലെങ്കിൽ ചന്ദ്രസ്തോത്രമുണ്ട് നവഗ്രഹങ്ങളിൽ, അത് ചൊല്ലുന്നതും നല്ലതാണ്. ഒരു 3 പ്രാവശ്യമോ 7 പ്രാവശ്യമോ ഒക്കെ ചൊല്ലുന്നത് നല്ലതാണ്. 3, 5, 7 ഏതെങ്കിലും തവണ നിങ്ങൾക്ക് ചൊല്ലാം. മറ്റു മതക്കാർ അവരുടെ ആചാരപ്രകാരം ചെയ്യുക. ഈ ചന്ദ്രനെ പ്രാർത്ഥിക്കുക എന്നുള്ളത് എല്ലാ മതങ്ങളിലും ഉണ്ട്. അത് വിദേശത്തുള്ള പല മതങ്ങളിൽ പോലും ഈ ചന്ദ്രനെ ആരാധിക്കുന്ന രീതിയുണ്ട്. ചന്ദ്രനെ അടിസ്ഥാനമാക്കി പല കാര്യങ്ങളും അവർ മതപരമായ ചടങ്ങുകളും പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഈ ചന്ദ്രവ്രതം എടുക്കുന്നത് നല്ലതാണ്, പൗർണമി വ്രതം എടുക്കുന്നത് നല്ലതാണ്. ആ സമയത്ത് വെളുത്ത വസ്ത്രം ധരിക്കാൻ ശ്രദ്ധിക്കുക ചന്ദ്രനെ പ്രാർത്ഥിക്കുന്ന സമയത്ത്. പിന്നെ അന്ന് കുട്ടികൾക്ക് പാൽ ചേർത്ത മധുരപലഹാരമോ പാനീയങ്ങളോ നൽകുന്നത് ധനപുഷ്ടി ലഭിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ ആചാരപ്രകാരമായ കാര്യമാണ്, അവരവരുടെ വിശ്വാസപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുക. പൊതുവായിട്ടുള്ള കാര്യങ്ങളും കൂടെ എല്ലാ മതക്കാർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഒടുവിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ പരിചയക്കാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും നന്മ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യുക. ജോയിൻ ബട്ടൺ ചാനലിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ, എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ. വരുന്ന മലയാള വർഷം നിങ്ങൾക്ക് ഏറ്റവും നന്മ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.